ഇന്നലത്തെ എപ്പിസോഡിനകത്ത് ഒരു വിലയിരുത്തൽ ടാസ്ക് ഉണ്ടായിരുന്നു. ഓരോ ക്രൈറ്റീരിയ എഴുതിയിട്ടുണ്ടാവും ബോർഡിൽ. ഓരോരുത്തർ വന്നിട്ട് ആ ഒരു മാഗ്നറ്റ് എടുത്ത് ഓരോ മാർക്കിംഗ് കൊടുക്കണം. ഓരോരുത്തരുടെ പടം ഒട്ടിച്ച മാഗ്നറ്റുകളാണ്. ജിൻഡോ എടുത്തത് ജാസ്മിന്റെ മാഗ്നറ്റ് ആണ്. മത്സരബുദ്ധി 80% ജിൻഡോ ജാസ്മിന് കൊടുത്തത്. കാഴ്ചപ്പാട് 60% കൊടുത്തത്. പിന്നെ വിനോദം ഒരു 50% കൊടുത്തു. നേതൃത്വ പാടവ 40%, അതിജീവനം 90% കൊടുത്തത്. ഈ ഒരു ടാസ്ക് ഒരു മാർക്ക് കൊടുത്തിട്ട് പോകുന്ന ഒരു ടാസ്ക് അല്ല കേട്ടോ. വാലിഡ് ആയിട്ടുള്ള പോയിന്റുകൾ പറഞ്ഞ് ആ ഒരു മാർക്കിങ്ങിനെ നമ്മൾ ന്യായീകരിക്കുകയും വേണം. ഇപ്പൊ ജിൻഡോ കൊടുത്ത സ്കോറിങ് കണ്ട് എനിക്ക് ഒരു അത്ഭുതം തോന്നുന്നില്ല. ഇപ്പൊ വളരെ നല്ല ടേംസിലാണല്ലോ ജിൻഡോയും ജാസ്മിനും. പഴയ പോലെ അടിയും കാര്യങ്ങളൊന്നും ഇല്ല. ജിൻഡോ പറഞ്ഞ ഓരോ പോയിന്റും വളരെ ശരിയായിരുന്നു എന്ന് മാത്രമല്ല, നല്ലൊരു പ്ലെയർ എപ്പോഴും അയാളുടെ എതിരാളിയാണ് ഏറ്റവും നന്നായിട്ട് പഠിച്ചു വെക്കേണ്ടത് എന്ന് പറയത്തില്ലേ. എതിരാളിയുടെ സ്ട്രെങ്തും വീക്ക്നെസ്സും എല്ലാം മനസ്സിലാക്കി വെച്ചിട്ടാണ് കളിക്ക് ഇറങ്ങേണ്ടത്. ഇപ്പൊ ജിൻഡോ മികച്ച ഗെയിമർ ആവുന്നത് അവിടെയാണ്. എതിരാളിയെ പുള്ളി ആ രീതിയിൽ പഠിച്ച് ഒബ്സർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നാണ് ഈ ടാസ്കിലൂടെ ജിൻഡോ വീണ്ടും തെളിയിച്ചത്. നേതൃത്വ പാഠത്തിന്റെ സമയത്ത് ജിൻഡോ പറഞ്ഞൊരു പോയിന്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ആള് പിടിച്ച മുയലിന് 100 കൊമ്പാണ് എന്ന്. അത് ജാസ്മിന്റെ ഒരു അഹങ്കാരത്തെ പറ്റിയാണ് ജിൻഡോ പറഞ്ഞത്. അതുപോലെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. എപ്പിസോഡിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. അത് വീണ്ടും എടുത്തുപോയി ഒന്നുകൂടെ കണ്ടു നോക്കിയാലേ ഞാൻ പറഞ്ഞത് എന്താണെന്നുള്ളത് മനസ്സിലാവും. എല്ലാം ഒന്നും ഇവിടെ പറയാൻ പറ്റത്തില്ല. ജിൻഡോ വളരെ നല്ല മികച്ച രീതിയിൽ തന്നെ ജാസ്മിനെ ഒബ്സർവ് ചെയ്ത് പഠിച്ചു വെച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലായത്.